കനാൽ സിറ്റി പോലുള്ള പദ്ധതികളിലൂടെ പുതിയ കോഴിക്കോടിനെ സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിലാണ് സർക്കാരെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംഘടിപ്പിച്ച വികസന സദസ്സ് പരിശോധിച്ചാൽ കേരളത്തിലെ വലിയ രീതിയിലുള്ള മാറ്റം കാണാൻ കഴിയും. കോഴിക്കോട് കോർപ്പറേഷൻ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് കല്ലുത്താൻകടവിലെ ന്യൂ പാളയം മാർക്കറ്റ് പരിസരത്താണ് കോർപ്പറേഷന്റെ വികസന സദസ്സ് സംഘടിപ്പിച്ചത്. പരിപാടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കനാൽ സിറ്റി പദ്ധതി വഴി കാലിക്കറ്റ് ന്യൂ കാലിക്കറ്റായി മാറുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോഴിക്കോടിൻ്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ 1000 കോടിയിലധികം രൂപ കനാൽ സിറ്റിക്ക് വേണ്ടി നൽകാൻ തീരുമാനിച്ചത്. ഒരു ഫണ്ട് നൽകാൻ തീരുമാനിച്ചത് യാഥാർത്ഥ്യമാവും. ഫണ്ട് നൽകാനുള്ള തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഡൽഹി ന്യൂ ഡൽഹിയായി മാറിയതുപോലെ കാലിക്കറ്റ് ന്യൂ കാലിക്കറ്റായി മാറുന്നതിന് കനാൽ സിറ്റി പദ്ധതി വലിയ നിലയിൽ സഹായകരമായി മാറും. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ മാതൃകയാണ്. ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ ആവേശം കാണിക്കുന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് കോഴിക്കോടെന്നും ബീന ഫിലിപ്പ് പറഞ്ഞു. 10 വർഷത്തെ ഭരണത്തിൽ സർക്കാരിന്റെ നയം അത് നടപ്പിലാക്കാൻ ആവേശം കാണിച്ച ഒരു കൗൺസിലാണ് ഇപ്പോൾ പുറത്തിറങ്ങിപ്പോകുന്നത്. ആ നയം അനുസരിച്ച് ആ നയം പത്രത്തിൽ കേൾക്കുമ്പോഴേക്കും അതിവിടെ നമ്മൾ നടപ്പിലാക്കിയതാണ് നമ്മുടെ മീ ലിഫ്റ്റ്. ചടങ്ങിൽ MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, തോട്ടത്തിൽ രവീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും വികസന നേട്ടങ്ങളുടെ വീഡിയോ അവതരണം, റിപ്പോർട്ട് അവതരണം, കോർപ്പറേഷൻ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം, വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി വിട്ടു നൽകിയവരെ ആദരിക്കൽ എന്നിവ സദസ്സിന്റെ ഭാഗമായി നടന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.